വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്ന കഥാകാരന്റെ ഓർമ്മയിൽ ആദ്യം തെളിയുന്നത് പഴയ കൃഷിക്കാരനായ ജോസഫിന്റെ രൂപമാണ്. പണ്ട് കുടുംബത്തിൽ സമൃദ്ധമായ പാടവും പറമ്പും ഉണ്ടായിരുന്ന കാലത്ത് ജോസഫായിരുന്നു അവിടുത്തെ പ്രധാന കൃഷിക്കാരൻ. നിലം ഉഴുതു കഴിഞ്ഞാൽ നിലം നിരപ്പാക്കാൻ ജോസഫിനെ വിളിക്കാൻ ആളെ വിടുമായിരുന്നു. അറിയിപ്പ് കിട്ടിയാൽ തലയിൽ ചുട്ടിത്തോർത്തും കെട്ടി ആവേശത്തോടെ പാടത്തിറങ്ങുന്ന ജോസഫ് കാളകളെ തെളിച്ച് ഒരു തേരാളിയെപ്പോലെ പാടത്ത് വിസ്മയം തീർക്കുന്ന കാഴ്ചയാണ് കഥാകൃത്തിന്റെ ഓർമ്മയിൽ ഉള്ളത്. ചെളിപ്പാടത്ത് ജോസഫ് കാളകളെ തെളിച്ച് വട്ടമിട്ടു പറക്കുമ്പോൾ അത് കാണുന്നത് കഥാകാരന് വലിയൊരു ഹരമായിരുന്നു. ജോസഫിനോടുള്ള സ്നേഹം കാരണം അയാൾ പറയുന്നത് എന്തും അനുസരിക്കാനും വീട്ടിൽ നിന്നുള്ള പ്രാതലിന്റെ ഓഹരി അയാൾക്ക് നൽകാനും കഥാകാരൻ ശ്രദ്ധിച്ചിരുന്നു. പണി കഴിഞ്ഞാൽ ജോസഫ് ഊക്കായി മുക്കറയിട്ട് കരയിലേക്ക് കയറുമ്പോൾ കാളകളുടെ കഴുത്തിൽ നിന്ന് നുകം മാറ്റുന്നത് സഹായികളുടെ ജോലിയായിരുന്നു. ജോസഫ് കാലൂന്നുന്ന വയലുകളിൽ നല്ല വിളവുണ്ടാകുമെന്ന് നാട്ടിലൊരു ചൊല്ലുപോലും ഉണ്ടായിരുന്നു. ജോസഫിനെ കാണാനായി അയാളുടെ വീട്ടിലെത്തുന്ന കഥാകാരൻ കാണുന്നത് പഴയ ഓലപ്പുരയ്ക്ക് പകരം വെള്ള പൂശിയ പുതിയ വീടാണ്. അവിടെ കണ്ട ഒരു പെൺകുട്ടിയോട് ജോസഫിനെ കുറിച്ച് ചോദിച്ചെങ്കിലും അവൾ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി നൽകിയത്. പഴയ പാടങ്ങളിലൂടെ നടക്കുമ്പോൾ അവയുടെ ഉടമസ്ഥർ ആരാണെന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. കാർഷിക സംസ്കൃതിയിൽ നിന്നും ഗ്രാമം അകന്നു പോയതിന്റെ ആദ്യ സൂചനകൾ ഇവിടെ വ്യക്തമാകുന്നു. പഴയ നെൽപ്പാടങ്ങളെല്ലാം ഇന്ന് റബ്ബർ തോട്ടങ്ങളായും വാഴത്തോപ്പുകളായും മാറിയിരിക്കുന്നു എന്ന് കഥാകൃത്ത് തിരിച്ചറിയുന്നു. സങ്കരയിനം തെങ്ങുകളും അക്കേഷ്യ വനങ്ങളും പാടങ്ങളെ കൈക്കലാക്കിയിരിക്കുന്നു. ഒരിടത്തു പോലും നെൽപ്പാടം കാണാനില്ലാത്ത അവസ്ഥ കണ്ട് ഈ നാട്ടിൽ ഇനി പുത്തരിയൂണുണ്ടാവില്ലേ എന്ന് കഥാകാരൻ ആകുലപ്പെടുന്നു. ഭക്ഷ്യസുരക്ഷയേക്കാൾ ലാഭത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സമൂഹത്തിന്റെ നേർചിത്രമാണ് ഈ മാറ്റത്തിലൂടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നത്. എതിരെ വന്ന വൃദ്ധനോട് ജോസഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്ക് സുഖമില്ലെന്നും തോട്ടുവരമ്പിൽ എവിടെയെങ്കിലും കാണുമെന്നുമുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ചുറ്റിത്തിരിഞ്ഞൊടുവിൽ ആഫ്രിക്കൻ പായൽ നിറഞ്ഞ ഒരു കുളത്തിന്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന ജോസഫിനെ കഥാകാരൻ കണ്ടെത്തുന്നു. പഴയ ആ തേരാളിയുടെ കരുത്തൊന്നും അയാളിലില്ല. കഥാകാരനെ കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നത് എനിക്കിത്തിരി നിലം താ ഈ വിത്ത് വിതയ്ക്കാൻ എന്നാണ്. തന്റെ കക്ഷത്തിൽ മുഷിഞ്ഞ ഒരു തുണിക്കെട്ടിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുന്ന വിത്തുകൾ അയാൾ കഥാകാരനെ കാണിക്കുന്നു. വിത്ത് വിതയ്ക്കാനായുള്ള നിലത്തിനായുള്ള അയാളുടെ യാചന ഒരു വ്യക്തിയുടെ ആവശ്യത്തിനപ്പുറം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായി വേണം നമ്മൾ കാണാൻ. തന്റെ കയ്യിലുള്ളത് ഇരുന്നാഴി പൊന്നാരിൻ വിത്തുകളാണെന്നും അത് വിതയ്ക്കാൻ കുറെ കാലമായി മണ്ണന്വേഷിച്ച് നടക്കുകയാണെന്നും ജോസഫ് കരഞ്ഞു പറയുന്നു. വിത്തുണ്ടായിട്ടും അത് വിതയ്ക്കാൻ ഒരിഞ്ച് മണ്ണില്ലാത്ത കർഷകന്റെ നിസ്സഹായ അവസ്ഥയിൽ അയാൾ പൊട്ടിക്കരയുന്നു. റബ്ബർ കാടുകളിലും അക്കേഷ്യ വനങ്ങളിലും കാറ്റ് ചൂളമടിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന വലിയൊരു ഭക്ഷ്യക്ഷാമത്തിന്റെയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ നാശത്തിന്റെയോ മുന്നറിയിപ്പായി കഥാകാരന് അനുഭവപ്പെടുന്നു. വിത്ത് വിതയ്ക്കാൻ മണ്ണില്ലാത്ത കർഷകന്റെ വേദനയിലൂടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കഥാകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്.